ഹായ്, എല്ലാവർക്കും നമസ്കാരം. OORUTHENDIയുടെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയൊരു ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച്. ഈ ഒരു ഓറഞ്ച് നമ്മളെടുത്തു. അതിനുശേഷം അതേപോലെ ഓറഞ്ചിൻ്റെ തന്നെ കുറച്ച് തൊലികൾ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കിയെടുത്ത കുറച്ച് തൊലികളും എടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കോർത്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു നൂല് എടുത്തിട്ടുണ്ട്. അത് കോർക്കാൻ വേണ്ടി നമ്മളുണ്ട് ഇതേപോലെ ഒരു പിന്ന്, അത് കിഴിക്കാൻ വേണ്ടി നമ്മളൊരു പിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഓറഞ്ച് ഇതിനകത്തൊരു വള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ആ ഒരു തൊലിക്കകത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് നമ്മൾ ചെറുതും വലുതുമായിട്ടെല്ലാം നമ്മൾ എടുത്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കെട്ടി തൂക്കി കറക്റ്റ് പൊസിഷനിൽ ഇടണം. അടുത്തത് അത് നോക്കാം. അതിനുശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് അറേഞ്ച് ചെയ്യാനുള്ളതാണ് അടുത്തായിട്ടുള്ള പരിപാടി. ഇതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാലോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ എടുക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുവിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഓറഞ്ച് നമ്മൾ എയറിൽ നിൽക്കുന്ന രീതിയിലാണ്, അതിൻ്റെ തൊലിയൊക്കെ എയറിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എഡിറ്റിങ്ങിലാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഡിറ്റിങ് ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ടും കൂടി നോക്കാം. ആദ്യം നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ റീടച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം താഴെ അതിൻ്റെ റിമൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എവിടെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. നല്ല രീതിയിൽ സൂം ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക. കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇത് വരച്ചു കൊടുത്തിട്ട് ഗോ എന്ന് പറയുന്ന അവിടെ ഞെക്കുമ്പോഴത്തേന് ഇത് റിമൂവലാവും. അതിനുശേഷം ഇത് നമുക്ക് ലൈറ്റ് റൂമിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.